അൻസിബയ്ക്ക് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്ന് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് അങ്ങേറ്റം നാണക്കേടാണ്. പരസ്പരം വിഴുപ്പലക്കുന്നു, കേസ് നടപടിയും ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഈ പരാതികൾ രണ്ടുപേരുടെ, ലക്ഷ്മിപ്രിയയുടെയും അൻസിബയുടെയും പരാതികളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ്. പക്ഷെ അൻസിബ നിയമപോരാട്ടം നടത്താൻ ഒരുങ്ങുന്നു. അതിനിടെ ലക്ഷ്മിപ്രിയ പുതിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അൻസിബയ്ക്ക് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്, ചില മതവർഗീയവാദികൾ അതിന് പിന്നിലുണ്ടെന്ന്. ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ? സ്വാഭാവികമായും നേരത്തെ അൻസിബ ഇതേ വിഷയം തന്നെയാണ് ടിനി ടോമിനെതിരെയും ഉന്നയിച്ചത്. തന്നെ മതവർഗീയവാദിയാക്കാൻ ചിലർ ശ്രമിക്കുന്നു. ടിനി ടോം അത്തരം ചില പ്രതികരണങ്ങൾ ടിനി ടോമിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നൊക്കെ. ടോം, ആദ്യം തന്നെ പറയട്ടെ, ഈ കേസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഇരു ആൾക്കാരുടെയും മുന്നോട്ട് പോക്ക് അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനെ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഒരു നിയമപരമായി മുന്നോട്ട് പോകുന്നതോടുകൂടി സംഘടനയെ തന്നെ വലിയ മോശമാക്കുന്ന രീതിയിലേക്കാണ് ചിത്രീകരിക്കപ്പെടുന്നത്. നിലവിലിപ്പോൾ അൻസിബ നേരത്തെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിക്ക് കൗണ്ടറായിട്ടായിരുന്നു അൻസിബ നൽകിയത്. ആ പരാതിയിൽ പറയുന്നത്, അന്ന് ലക്ഷ്മിപ്രിയയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ SI രേഷ്മ ഇതിന്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി, ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി അൻസിബയെ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ലക്ഷ്മിപ്രിയയും ഉണ്ടായിരുന്നു. 3 മണിക്കൂറാണ് അൻസിബയെ SI രേഷ്മയുടെ സാന്നിധ്യത്തിൽ നടന്ന ആ ചോദ്യം ചെയ്യൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചത്. 3 മണിക്കൂർ തന്നെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം SI തന്നു.